നമ്മൾ എൻവിസാജ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ റോഡ് ലേണിംഗ് അല്ല. We don't go for road learning or by hearting or mugging up of some certain textbooks is not our sole purpose. Our purpose is to make them understand the concepts. If at all we are giving the laboratory experiments for them, we will make them understand what are the significance of the experiments, what are their applications in different fields. നിങ്ങൾക്കറിയാമല്ലോ, കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചു വയ്ക്കുന്നവരെ തീർന്നു. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ ഉപയോഗം ഉണ്ടാവില്ല. നേരെ മറിച്ച് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ, ദാറ്റ്സ് ഫോർ എ ലൈഫ് ടൈം, അത് ജീവിതകാലം മുഴുവൻ അവർക്ക് പ്രയോജനകരമായി തീരും. അതുമാത്രമല്ല, ഈവൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, അത് നമ്മുടെ ടെക്സ്റ്റിന് പുറത്തുള്ള കാര്യങ്ങൾ, ഓരോ വിഷയങ്ങളും എടുത്ത് ചിന്തിക്കുവാനും അതിലെ ശരിതെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും ശരിയുടെ കൂടെ നിലപാടെടുക്കുവാനും ശരിയെ ആചരിക്കുവാനും ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ആർജവത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഉത്തമ പൗരന്മാരാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭവൻസിൻ്റെ ലക്ഷ്യം. അല്ലാതെ വെറും പുസ്തകപ്പുഴുക്കളായിട്ട് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതല്ല. വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ശരിയായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ഒരു പക്ഷേ കുറച്ച് ബിരുദങ്ങൾ എടുക്കുക, അതിനുശേഷം ഒരു നല്ല ജോലി, സമൂഹത്തിനൊരു പദവി, സമൂഹത്തിനെ സേവിക്കാനുള്ള അവസരം, സുഖമായിട്ടൊക്കെ ജീവിക്കാനുള്ള അവസരം, അത് മാത്രമല്ല. അതതിൻ്റെ ഒരു വശം മാത്രമാണ്. ആക്ച്വലി വി സെറ്റ് ദ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ആസ് മേക്കിംഗ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്. പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം, അല്ലായിരിക്കാം. ബട്ട് യു ക്യാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ടു മേക്ക് ദം പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മൾ ഒന്നിച്ച് സഹകരിക്കേണ്ടതായിട്ടുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വാക്ക് നൽകുന്നു, അത് നമ്മൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ ഒരു വാർഷിക യോഗത്തിന് നമുക്ക് വളരെയധികം സന്തോഷത്തിന് അവകാശമുള്ള സമയമാണ്. കാരണം നമ്മൾ ഉടൻ തന്നെ CBSE ആപ്ലിക്കേഷന് വേണ്ടി പോവുകയാണ്. CBSE ആപ്ലിക്കേഷന് മാൻഡേറ്ററി ആയിട്ടുള്ള അതിൻ്റെ പ്രീ റെക്വിസിറ്റ് ആയിട്ടുള്ള 2 ഏക്കർ ഭൂമി വാങ്ങിക്കുവാനും കോമ്പൗണ്ട് വാൾ മുതലായ കാര്യങ്ങൾക്കുമുള്ള അനുവാദവും പൈസയും നമുക്ക് മുംബൈ കൗൺസിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു. നമ്മളത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. പക്ഷേ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ബിൽഡിംഗ് നമുക്ക് പറ്റില്ല, ഈ ഒരു ഷെഡ് CBSE അനുവദിച്ചിട്ടുള്ളതല്ല. നമുക്കിത് മാറ്റി കോൺക്രീറ്റ് ആക്കണം, ഇതിന് മുകളിലൊരു നില ഉണ്ടാക്കണം, കുറച്ചുകൂടി ക്ലാസ് മുറികൾ വേണം, സ്റ്റാഫ് റൂം വേണം, ടോയ്ലറ്റുകൾ വേണം. അതിനൊക്കെ ഉപരിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒന്നാമതിനും ഒരു ലൈബ്രറിയും, ഇനി ഹൈസ്കൂളിലേക്ക് വരികയാണ് നമ്മുടെ കുട്ടികൾ, ലാബറട്ടറി വേണം, നമുക്ക് നല്ലൊരു ലബോറട്ടറി വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പ്ലേ ഗ്രൗണ്ട് വേണം. ഈ ഭാഗം തന്നെ നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഒരു ബാസ്കറ്റ് ബോൾ അല്ലെങ്കിൽ നമുക്കൊരു സ്കേറ്റിംഗ് ഒക്കെ പറ്റുന്ന രീതിയിലാക്കിയിടണം. നമ്മുടെ പുതുതായിട്ട് വാങ്ങുന്ന സ്ഥലം നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടി നല്ല ലെവൽ ചെയ്ത് നല്ല പ്ലേ ഗ്രൗണ്ട് ആക്കണം. വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ഒരു കോർണറിൽ ലൈഫ് സ്കില്ല് പഠിപ്പിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ പോലും ഞങ്ങൾ വിഭാവനം ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കോട്ടയത്തിനല്ല, കേരളത്തിനല്ല, ഭാരതത്തിന് തന്നെ അഭിമാനിക്കാവുന്ന എണ്ണം പറഞ്ഞ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കി നമുക്കിതിനെ കൊണ്ടുവരുവാൻ സാധിക്കും. അതിന് നിങ്ങൾ കൂടെ നിൽക്കണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഞങ്ങളെക്കാൾ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന നിങ്ങളുടെ സ്കൂളാണ്. ഞങ്ങൾ ഈ ഓണററി ആൾക്കാർ, ചെയർമാനും ഞങ്ങൾ സെക്രട്ടറിയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം, ഞങ്ങൾക്ക് മാറിപ്പോകാം. ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതിഫലം പറ്റാതെ ദൂരെ നിന്നാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന് മെനക്കെട്ട് വരുന്നതിനൊരു കാരണം ഈ സ്കൂളിനെ നമുക്ക് നമ്മുടെ എല്ലാ അഭിമാനം വരത്തക്ക രീതിയിലുള്ള ഈ കുട്ടികളെ നമുക്ക് ഏത് വിഷയത്തിലും, അക്കാദമിക് കാര്യങ്ങളിൽ മാത്രമല്ല, അക്കാദമിക് കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് നമ്മളൊരു പക്ഷേ ബ്രില്യൻ്റുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പ്രൊഫഷണൽ രംഗത്തേക്കും കുട്ടികളെ സജ്ജമാക്കിക്കൊണ്ട് പോകുന്നതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിഷയങ്ങളിലും സ്വതന്ത്രമായി നിലപാടെടുക്കുവാൻ കഴിയുന്ന, ശരിയും തെറ്റും തിരിച്ചറിയുന്ന, ശരിയെ ഉറക്കെ വിളിച്ചു പറയാനുള്ള ആത്മവിശ്വാസമുള്ള കുട്ടികളാക്കി, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള കുട്ടികളാക്കി കേരളത്തെ മാത്രമല്ല, ഭാരതത്തിലെ മാത്രമല്ല, ഈ ലോകത്തെ തന്നെ നയിക്കുവാൻ പ്രാപ്തിയുള്ള വിശ്വപൗരന്മാരാക്കി അവരെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ള കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. ഡോക്ടർ സൈതമുള്ള ഇവിടെയുള്ള ആൾക്കാർ
ഇവിടുത്തെ രക്ഷിതാക്കൾ, ഇവിടുത്തെ മാനേജ്മെൻറ്റ്, ഞാൻ അടുത്ത കാലത്ത് വന്നതാണ്, എന്നോട് പറഞ്ഞത് മനസ്സിലാക്കുന്നത് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള രക്ഷിതാക്കളുള്ള ഒരു സ്കൂളാണ്. പലതരത്തിലുള്ള സ്വാധീനമുള്ള രക്ഷിതാക്കളുള്ള സ്കൂളാണ്. നമ്മൾക്കൊന്നിച്ച് കുറച്ച് സ്പോൺസേഴ്സിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബ്ലോക്ക്, അതിന് മുകളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകണം, നല്ലൊരു ലൈബ്രറി, ലബോറട്ടറി ഉണ്ടാകണം, നല്ലൊരു പ്ലേ ഗ്രൗണ്ട്, സ്വിമ്മിംഗ് പൂൾ സഹിതമുള്ളത് നമുക്ക് സാധിക്കുമെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമുക്ക് പറ്റുമെങ്കിൽ ഒന്നിച്ച് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് ഒന്നിച്ചു പോയി കുറച്ച് പേരെ കാണാം. നമുക്ക് ഒരു ബ്ലോക്കിൻ്റെ ഒരു പകുതിയെങ്കിലും പൈസ ചെലവഴിക്കാൻ പറ്റുന്നവർക്ക് അവർ നിർദ്ദേശിക്കുന്ന ഒരു പേര് നൽകി, അവരുടെ ഫാമിലിയുടെയോ അല്ലെങ്കിൽ ഒരു സ്മാരകം എന്ന നിലയിലോ ഒക്കെ നമുക്ക് പേര് നൽകിക്കൊള്ളുവാൻ നമുക്ക് മുംബൈ ഭവൻസ് അനുവാദം നൽകിയിട്ടുണ്ട്. നമുക്കൊരു ലാബിൻ്റെയോ അല്ലെങ്കിൽ ലൈബ്രറിയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കടപ്പാടിൻ്റെ ഭാഗമായിട്ട് ആ പേരുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഇവിടെ പറ്റുന്നവരെല്ലാവരും 10ാം ക്ലാസ് വരെയുള്ള ഫീസ് ഒന്നിച്ചടയ്ക്കാൻ സാധിക്കുന്നവർ ഒന്നിച്ചടച്ചാൽ അത് നമുക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിനൊരു പ്രത്യേക കൺസെഷനും നമ്മുടെ മാനേജ്മെൻറ്റ് പോളിസി രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം അഡ്മിഷൻസ് നിങ്ങൾ കൊണ്ടുവരണം. നമുക്കിപ്പോൾ ഉള്ള 105 കുട്ടികളെ വെച്ച് നമുക്ക് ഈ പറഞ്ഞ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം കുട്ടികളെ നമ്മളിവിടെ കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ല. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഏറ്റവും നല്ല പൗരന്മാരായിട്ട് ഉത്തമ പൗരബോധമുള്ള കുട്ടികളാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ കൊണ്ടുവരണം. അതിനും ഞാൻ മനസ്സിലാക്കുന്ന മാനേജ്മെൻറ്റ് ചില പോളിസികൾ, അത് കൊണ്ടുവരുന്നവർക്ക് ഇൻസെൻറ്റീവും ഒക്കെ സഹിതമുള്ള പോളിസികൾ ഇവിടെ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആകെ പറയുവാനുള്ള ഒരു കാര്യം, ഒരു വിദ്യാലയം എന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് പുസ്തകങ്ങൾ പഠിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പേടിപ്പിച്ചങ്ങനെ ഒരു എൻട്രൻസോ മറ്റോ എഴുതിപ്പിച്ച് വിടാൻ മാത്രമുള്ളതല്ല. അത് നമ്മൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ബ്രില്യൻറ്റുമായിട്ട് വരെ നമുക്ക് ടൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ രംഗത്ത് തിളങ്ങുന്നതോടൊപ്പം നമുക്ക് എല്ലാ രീതിയിലും ലോകത്തെ തന്നെ നയിക്കാൻ പര്യാപ്തമായിട്ടുള്ള, നമുക്കറിയാമല്ലോ, ഇപ്പോൾ റാങ്ക് കൊണ്ട് മാത്രമല്ല മഹാത്മാഗാന്ധിയോ വിവേകാനന്ദനോ അല്ലെങ്കിൽ മദർ തെരേസയോ ഒക്കെ ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന, ലോകത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി മാറുന്നത് വെറും റാങ്ക് കൊണ്ട് മാത്രമല്ല. പഠിത്തം ആവശ്യമാണ്, റാങ്ക് ആവശ്യമാണ്, അതോടൊപ്പം ശരി തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുന്ന കുട്ടികളാക്കി അവരെ മാറ്റണം. അതിന് നമുക്ക് ഒന്നിച്ചു നിൽക്കാം. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.